ഹായ് ഹലോ വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഈ സാരി വെച്ചിട്ടൊരു ഗൗണാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള പഫ് വെച്ചിട്ടുള്ള സ്ലീവ് ഉണ്ടല്ലോ, ആ ഒരു ഗൗണാണ് ചെയ്യുന്നത്. പഫ് സ്ലീവ് വെച്ചിട്ടുള്ള ഗൗണാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കുന്നത് സാരിയാണ് കേട്ടോ. 5.5 മീറ്ററിൻ്റെ 6 മീറ്റർ ഉണ്ട്, ബ്ലൗസ് പീസ് കൂട്ടിയിട്ട് 6 മീറ്ററിൻ്റെ ഒരു സാരിയാണ് എടുത്തേക്കുന്നത്. സാരി വേണമെന്നില്ല, നോർമൽ മെറ്റീരിയൽ ആയാലും മതി കേട്ടോ. ഒരു 4 മീറ്റർ വേണ്ടി വരും. 3 മീറ്റർ താഴോട്ടും 1 മീറ്റർ ഫുള്ള് നമുക്ക് ടോപ്പ് പോർഷനും വേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാരിയുടെ ബോർഡർ നല്ല വീതിയുള്ള ബോർഡറാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ താഴെ വെച്ച് കൊടുക്കുന്നത്. ഈ മുന്താണി ഭാഗം ഒന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. ടോപ്പ് പോർഷന് വേണമെങ്കിൽ മുന്താണി വെക്കാം. ഞാൻ പക്ഷേ മുന്താണി എടുത്തിട്ടില്ല. ഈ ഒരു ഗ്രീൻ മാത്രമാണ് എടുക്കുന്നത്. താഴേക്ക് ഈ ഒരു ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡർ മാത്രം വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ കസവ് നമ്മൾ 3 മീറ്റർ കസവ് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യുക. നമുക്ക് അവസാനം ജോയിൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ ഫുള്ള് കസവ് കട്ട് ചെയ്യുക. അതിനുശേഷം ഈ ബോഡി പാർട്ടിൽ നിന്ന് നമുക്ക് 3 മീറ്റർ സ്കേർട്ട് പാർട്ടിനും ടോപ്പ് പോർഷന് 1 മീറ്ററും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതിന് 2 ബോർഡറായിട്ട് വരുന്നുണ്ട്. മുകളിലും താഴെയും ബോർഡറുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ സ്ലീവിന് വെച്ച് കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് താഴെ കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീതിയുള്ള ബോർഡർ കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, ഏത് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ബോഡിക്ക് ഫുള്ള് ഗ്രീൻ ആയതുകൊണ്ട് വലിയ ബോർഡറാണ് താഴേക്ക് വെക്കുന്നത്. ഇതാണ് സ്ലീവിന് വെക്കുന്നത്. അപ്പോൾ എന്തായാലും 2 ബോർഡറും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ആദ്യം തന്നെ. ഇപ്പോൾ നമ്മൾ 2 സൈഡിലെയും ബോർഡർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ 3 മീറ്റർ നമുക്ക് സ്കേർട്ട് പാർട്ടിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 മീറ്റർ ടോപ്പ് പോർഷനും മാറ്റി വെച്ചിട്ടുണ്ട്. അത്രയും നമുക്ക് സാരിയിൽ നിന്ന് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇത് അംബ്രല കട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ മുന്നും കാണിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയാണ് പേപ്പർ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ചതുര പീസായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക 3 മീറ്റർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ഒരു സൈഡിലോട്ട് മടക്കുക. അപ്പോൾ ഇത് 2 പീസായി. ഇനി നമ്മൾ ഇതേപോലെ കോണോട് കോണ് ട്രയാങ്കിൾ ഷേപ്പ് മടക്കുക. ഇതേപോലെ കോൺ ഷേപ്പിലേക്ക് മടക്കുക. അപ്പോൾ നമുക്കത് 4 മടക്കാക്കി കിട്ടും. ഇനി നമ്മളിവിടെ വേസ്റ്റ് മെഷർമെൻറ്റ് താഴെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ മെഷർമെൻറ്റും കൂടെ മാർക്ക് ചെയ്യാം. ഇത് തുണി ചെയ്ത് കാണിക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പേപ്പറിൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് അളവെടുത്തിട്ട് അത് കട്ട് ചെയ്യുക. താഴെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതും ഇതേപോലെ കർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ദേ ഇങ്ങനെ ഒരു പീസ് ബാക്കി വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ബാക്കി വരുന്ന പീസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത്, അത് തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ 3 മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം ഫ്ലെയർ കിട്ടും കേട്ടോ 3 മീറ്റർ ആണെങ്കിൽ. കൂടുതൽ തുണി എടുക്കുകയാണെങ്കിൽ നമുക്ക് സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ പേപ്പറിൽ കാണിച്ച പോലെ വെച്ചു. ഇനി നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതിന് 4 കൊണ്ട്, നമ്മളിവിടെ 4 മടക്കാക്കി ഇട്ടിട്ടുള്ളത് കൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന എത്രയാണോ അതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ ഞാനിവിടെ 8.5 ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി അത് നമ്മളൊന്ന് കർവ് ആക്കിയിട്ട് വരയ്ക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് വേസ്റ്റ് നിൽക്കുകയുള്ളൂ. നമ്മൾ ടോപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കർവ് ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് ലെങ്ത്ത് എത്ര വേണം, നമ്മുടെ വേസ്റ്റിൽ നിന്ന് നമുക്ക് താഴോട്ട് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് എനിക്ക് സ്കേർട്ടിന് ഫുള്ളായിട്ട് 40 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കസവ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കസവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇതൊന്ന് മൈനസ് ചെയ്തിട്ട് വേണം. അപ്പോൾ 40 ഇഞ്ചിന് 8 മൈനസ് ചെയ്തിട്ട് 32 ആണ് കിട്ടുക. പ്ലസ് 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഞാൻ 33 ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് ഞാൻ താഴോട്ട് 33 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ റൗണ്ട് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇവിടെ ഈ ഗ്യാപ്പ് വന്നിട്ടുള്ള ഭാഗം നമ്മൾ ബാലൻസ് വന്നിട്ടുള്ള തുണി ഇതേപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് അളവ് കിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ റൗണ്ടിൽ നമ്മൾ താഴത്തെയുള്ള അതേപോലെ തന്നെ വരച്ചെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. ഇനി സ്കേർട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ടോപ്പ് പോർഷന് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ സ്ലീവിനുള്ള പീസ് മാറ്റി വെച്ചിട്ട് ടോപ്പ് പോർഷനാണ് ഇതേപോലെ 4 ആക്കി മടക്കി ലൈനിങ്ങും കൂടെ ഒന്നിച്ച് പിൻ ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. നമുക്ക് കട്ടിങ് പെട്ടെന്ന് അങ്ങ് തീരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെഷർമെൻറ്റ് ഷോൾഡർ 7.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. താഴോട്ട് ആം ഹോളിന് 8 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് മെഷർമെൻറ്റ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ മുൻപ് ഒരുപാട് ഈ മെഷർമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ചെസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് 10 ഇഞ്ചാണ്. ഇനി 1 ഇഞ്ചും കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്, 11 ഇഞ്ച് കേട്ടോ. പിന്നെ നമ്മൾ നെക്കിന് 4.5 വിട്ടും അതേപോലെ താഴോട്ടും നമ്മൾ 4.5 തന്നെയാണ് കൊടുക്കുന്നത്. ഒരു ബോട്ട് നെക്കിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരു നെക്കാണ്, ഒത്തിരി ഡീപ്പല്ല. ഇനി നമ്മളൊരു ഷേപ്പിൽ ബോട്ട് ഷേപ്പ് തന്നെയാണ് വരയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു എനിക്കെപ്പോഴും ബോട്ട് ഷേപ്പാണ് ഇഷ്ടം, അതുകൊണ്ട് അതുപോലെ വരച്ചെടുക്കുക. താഴോട്ട് നമ്മൾ 15 ഇഞ്ചാണ് ടോപ്പിന് ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമ്മൾ 16 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ വേസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് 9 ഇഞ്ചാണ് പ്ലസ് 1 ഇഞ്ച് സീയിങ് അലവൻസ്. അങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ടോപ്പ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് സ്ലീവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പേപ്പറിൽ നമ്മുടെ നോർമൽ സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ തയ്ക്കുന്ന നോർമൽ സ്ലീവ് ഉണ്ടല്ലോ അത്. അപ്പോൾ ഞാൻ ഇറക്കം കൊടുക്കുന്നത് 8 ഇഞ്ചാണ്. നമ്മൾ ആം ഹോളിന് 8 ഇഞ്ചാണ് കൊടുത്തത്. സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 11 ഇഞ്ചാണ് കേട്ടോ. മുട്ടിൻ്റെ അവിടെയാണ് നിർത്തിയേക്കുന്നത്, താഴോട്ട് ഇറക്കിയിട്ടില്ല. 6 ഇഞ്ച് നമ്മൾ ടൈറ്റ് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴോട്ട് നമ്മൾ ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ഒരു 4 ഇഞ്ച്, അത് ഒരുവിധം എല്ലാത്തിനും 4 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി. 4 ഇഞ്ചിൽ നിന്ന് നമ്മളിവിടേക്ക് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഈ 4 ഇഞ്ച് കൊടുത്ത് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. നമ്മൾ സാധാരണ വരയ്ക്കാറുണ്ടല്ലോ ഇതുപോലെ 4 ഇഞ്ച് കൊടുത്തൊരു ബോക്സ് വെച്ച് അപ്പുറം ഇപ്പുറം കർവ് ചെയ്ത് വരയ്ക്കില്ലേ, നോർമൽ സ്ലീവ് എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സീയിങ് അലവൻസ് ഒന്നും അതിൽ കൊടുത്തിട്ടില്ല, കറക്റ്റ് അളവാണ് ഇപ്പോൾ സ്ലീവിൻ്റെ കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ സ്ലീവിൻ്റെ പീസ് 4 പീസാക്കി മടക്കി വെച്ചിട്ടുള്ളത് പീസ് തുണി എടുക്കുക. നമ്മൾ എത്രയാണോ നമ്മൾ 8 ഇഞ്ചാണ് താഴോട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രാ 5 ഇഞ്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ. ഇനി നമ്മൾ എങ്ങനെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലീറ്റ്സ് ഇടുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അതിന് വേണ്ടി നമ്മളൊരു 5 ഇഞ്ച് താഴോട്ട് ഇറക്കി കൊടുക്കുക. ഇപ്പോൾ XL ഈ ഒരു സൈസിലുള്ളവർക്കൊക്കെ 5 ഇഞ്ച് വേണ്ടി വരും പ്ലീറ്റ്സ് ഇടാൻ കേട്ടോ. അതിലും കുറഞ്ഞ അളവാണെങ്കിൽ 3, 4 ഒക്കെ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ കറക്റ്റായിട്ട് 5 ഇഞ്ച് വെച്ചിട്ട് ഈ താഴോട്ട് വരുംതോറും നമ്മൾ കുറച്ചൊന്ന് ഈ സൈഡിലുണ്ടല്ലോ ആം ഹോളിൻ്റെ ഈ സൈഡ് നമ്മൾ വീതി കുറച്ച് കൂട്ടി കൊടുക്കണം. അതായത് 1 ഇഞ്ച് നമ്മൾ അളവ് കൂട്ടിയെടുക്കണം. കാരണം പഫായിട്ട് നമ്മൾ തയ്ക്കില്ലേ, പ്ലീറ്റ്സ് ഇടുമ്പോൾ പഫ് തയ്ക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങിയിരിക്കില്ല. അപ്പോൾ ഇവിടെ താഴോട്ട് ഫ്രണ്ടിലോട്ട് ഇറക്കം കുറയും. അതിന് വേണ്ടിയാണ് ഇവിടെ കുറച്ചൊന്ന് കയറ്റി കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സീയിങ് അലവൻസ് ഒക്കെ കൊടുത്തിട്ട് തന്നെ മാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യൽ തുമ്പൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് 1/2 ഇഞ്ച് തയ്ക്കാനുള്ളത് വിട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ മാർക്ക് ചെയ്യുമ്പോൾ ഈ നമ്മൾ പ്ലീറ്റ്സ് എത്രയാണോ കൊടുക്കുന്നത് അവിടെ വരെയാണ് 1 ഇഞ്ച് വേണ്ടുള്ളൂ. താഴോട്ട് വരുംതോറും നമുക്ക് തയ്യൽ തുമ്പ് മാത്രം 1/2 ഇഞ്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ടൈറ്റ് 6 ഇഞ്ചാണ് ടൈറ്റ് കൊടുക്കുന്നത്, അവിടെയും കൂടെ വരച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ മനസ്സിലായല്ലോ, വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ നോർമൽ സ്ലീവ് എടുക്കുക, ഒരു 5 ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് താഴേക്ക് 1 ഇഞ്ച് ലൂസ് എടുത്ത് കട്ട് ചെയ്യുക. അപ്പോൾ സ്ലീവ് നമ്മളിതേ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പടി വെച്ച് കൊടുക്കണം. നമ്മൾ കസവിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ പടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എത്രയാണ് ലെങ്ത്ത് ഉള്ളത് നോക്കണം. അപ്പോൾ കസവ് ഈ ഒരു കസവിൻ്റെ
ഭാഗം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതൊരു 4 ഇഞ്ച് വരുന്നുണ്ട് കസവ്. അപ്പോൾ ഈ ഒരു 4 ഇഞ്ച് നമുക്ക് ഇതിന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ 4 ഇഞ്ച് എന്ന് പറയുമ്പോൾ 3.5 കട്ട് ചെയ്താൽ മതി. 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ ഒരു 3.5 നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ എത്രയാണോ പ്ലീറ്റ്സ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നത്. താഴോട്ടേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നില്ല. ഫുള്ളായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗുണ്ട് പോലെ ഇരിക്കും. അപ്പോൾ ഒത്തിരി വണ്ണമുള്ളവർക്കൊക്കെ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ മുകളിൽ മാത്രമാണ് പഫ് കൊടുക്കുന്നുള്ളൂ, താഴോട്ട് നോർമലായിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി സ്ലീവിന് വേണ്ട ലൈനിങ്ങും കൂടിയും നമ്മൾ അതേ മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ഒക്കെ എല്ലാം തീർന്നു. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തു, ടോപ്പ് കട്ട് ചെയ്തു, സ്കേർട്ടിൻ്റെ പാർട്ട് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ടോപ്പ് പോർഷന് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നല്ല വശവും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മൾ നെക്കിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കട്ടിങ് കൊടുത്തിട്ട് തിരിച്ചിടാം. ഇതേപോലെ തിരിച്ചിട്ടിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ നോർമൽ എല്ലാത്തിനും ചെയ്യുന്നത് പോലെ തന്നെ ഇതേപോലെ കൊടുത്തിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടി ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും മറിച്ചിട്ടിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് സ്ലീവ് വയ്ക്കേണ്ടത്. അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളത് ആദ്യം കാണിക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്ലീവിന് ആദ്യം ഈ ലൈനിങ് ഉണ്ടല്ലോ, അപ്പോൾ ലൈനിങ് നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ മറിച്ചിടുന്ന പോലെയല്ല, നോർമലി ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ മാത്രം ഇതേപോലെ മാത്രം അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഈ സൈഡിൽ ആം ഹോളിൻ്റെ സൈഡിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ എവിടെയാണോ അളവ് നിർത്തിയിട്ടില്ലേ, ഒരു 4 ഇഞ്ച് മാറ്റിയിട്ടുണ്ടല്ലോ, അവിടെ വരെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇപ്പുറത്തേക്ക് മറിച്ച് പിടിച്ചിട്ട് ഇവിടെയും കൂടെ ആ പ്ലീറ്റ്സ് നമ്മളൊന്ന് വലിച്ച് പിടിച്ച് കറക്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ, ഈ സൈഡിൽ ആദ്യം പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇവിടെ താഴോട്ട് നമ്മൾ ആം ഹോളിൻ്റെ സൈഡിലല്ലാണ്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ചിങ് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് കൂട്ടി പിടിച്ചിട്ട് തയ്ക്കാൻ നോക്കുക. അപ്പോഴാണ് ഈ താഴത്തെ ഭാഗം ഒന്ന് ഒതുങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ കണ്ടോ, 2 സൈഡും ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി പടി വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഒതുങ്ങിയിരുന്നോളും. മുകളിലത്തെ ഭാഗം കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നന്നായി വിടർന്ന് നിൽക്കും. ഫുള്ള് നമ്മൾ പ്ലീറ്റ്സ് ആണെങ്കിൽ ഭയങ്കര പുഫി ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ പടി വെച്ചിട്ട് നമ്മൾ സാധാരണ ലൈനിങ് ഒക്കെ മറിച്ചടിക്കില്ലേ, അതേപോലെ മറിച്ചടിക്കാം. ഇതേപോലെ ഇപ്പോൾ നമ്മൾ സ്ലീവ് കുറച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ മുകളിലത്തെ പ്ലീറ്റ്സ് കൊടുക്കുമ്പോൾ കുറച്ച് വലിയ പ്ലീറ്റ്സ് ഇടാം കേട്ടോ. ചെറുതാവുമ്പോൾ ഒത്തിരി പ്ലീറ്റ്സ് വരും. ചെറിയ പ്ലീറ്റ്സ് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് വലിയ പ്ലീറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി പ്ലീറ്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ലീവ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെൻറ്റർ നോക്കി വെച്ചിട്ട് താഴോട്ടും മുകളിലോട്ടും വെച്ചിട്ട് സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്ലീവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇതേപോലെ നമ്മൾ ഫുള്ള് ഒന്ന് തയ്ച്ചെടുക്കുക, എന്നിട്ടിങ്ങനെ മറിച്ചിടാം. അപ്പോൾ നമുക്ക് 2 സ്ലീവും ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ടൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതേ മുകളിലത്തെ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അത് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് ടൈറ്റ് ചെയ്യാം. പകുതി വരെ ഇത് വന്നിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റും ഇതൊക്കെ നമ്മുടെ കറക്റ്റ് അളവിന് എത്രയാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്യുക. നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണമല്ലോ. അപ്പോൾ സ്ലീവും ടോപ്പ് പോർഷനും ആദ്യം നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. ഇനി നമ്മൾ സ്കേർട്ടിൽ ലൈനിങ് വെക്കണം. സ്കേർട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് എടുത്തിട്ട് വെക്കുക. അതേ താഴെ ഞാനിത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പീസ് ആദ്യം അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ലൈനിങ് തുണിയും കൂടി അറ്റാച്ച് ചെയ്തെടുക്കുക. ഇതേ ഇപ്പോൾ നമ്മൾ ലൈനിങ് തുണി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ താഴെ ഇവിടെ കസവ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് നമുക്കിനി താഴെ വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 8 ഇഞ്ചോളം ഉണ്ട് കേട്ടോ ഈ ഒരു കസവ്. അപ്പോൾ ഇത് നമ്മൾ മറിച്ച് വെച്ച് നല്ല ഭാഗവും വെച്ചിട്ട്
തിരിച്ചിടുക. അപ്പോൾ ഇതിന് അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഇതേപോലെ 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ട്, അതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക. ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാതെ നമ്മളൊന്ന് അയൺ ചെയ്തെടുത്താലും നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ഫുള്ള് ഷേപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ടക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടും ടോപ്പ് പോർഷനും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാം. ഫുള്ള് കസവ് താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് നമുക്ക് ഈ ഒരു ബോർഡർ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത കാരണം ഇതിങ്ങനെ അയൺ ചെയ്താൽ മതി, ടോപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ ഈ ടോപ്പ് പോർഷനും താഴത്തെ പോർഷനും കൂടി നല്ല ഭാഗവും ചേർന്ന് വരുന്ന പോലെ, തെറ്റിപ്പോവരുത്, നല്ല വശവും ചേർന്ന് വരുന്ന പോലെ വേണം തയ്ക്കാൻ കേട്ടോ. അത്രയും കൂടെ ചെയ്താൽ നമ്മുടെ ഗൗൺ ഫിനിഷായി. നമ്മുടെ പഫ് സ്ലീവ് ഗൗൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. പഫ് സ്ലീവിന് അത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഒന്ന് സൂക്ഷിച്ച് ചെയ്താൽ മതി. നമ്മൾ താഴെ തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോർഡർ ഉണ്ടായിരുന്നല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. വലിയ വീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കയറ്റി വെച്ചിട്ട് തയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും നമ്മൾ കുറച്ചെടുക്കണം തുണി ആദ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പഫ് സ്ലീവ് വെച്ചിട്ടുള്ള ഗൗണ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.